ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ഐഷിക പർവം അവസാന ഭാഗം. മാരുതി പാഞ്ചാലി തൻ വാക്കുകൾ കേട്ട നേരം തേരതിൽ കരേറിനാനായുധങ്ങളുമായി. വേഗത്തിൽ ഭീമസേനൻ പോയതു ധരിച്ചപ്പോൾ ആഗമക്കാതലായോരാനന്ദമൂർത്തി കൃഷ്ണൻ ദേവദേവേശൻ മായാമാനുഷൻ നാരായണൻ ദേവകീ ദേവിയുടെ പുണ്യത്തിൻ പരിപാകം. മൂന്നായ മൂർത്തികൾക്കും മൂലമാം പ്രകൃതിക്കും മൂന്നായ ജഗത്തിനുമൊന്നായ പരബ്രഹ്മം ഭക്തവത്സലൻ തൻ്റെ ഭക്തരെ രക്ഷിച്ചുടൻ ഭുക്തിമുക്തികൾ ചേർപ്പാൻ ദുഷ്ടരെയൊടുക്കുവാൻ ശക്തിയോടിട ചേർന്ന മുഗ്ധലോചനപ്പോൾ ബദ്ധമോദേന മന്ദഹാസവും പൂണ്ടുത്തക. ധർമ്മനന്ദനൻ തന്നോടിങ്ങനെ അരുൾ ചെയ്തു, വന്മതമോടു പോയതെന്തിപ്പോൾ വൃഗോദരൻ. നാരിമാർ ചൊല്ലു കേൾക്കും ഭോഷന്മാർ നിമിത്തമായേറിയോരാപത്തുണ്ടാം ഏവർക്കും കൂടി. പിന്നെ ഭക്തി പൂണ്ടവകളെ വന്ദിച്ചു വേഗത്തോടെ വിത്രസ്ത ഹൃദയനായി അസ്ത്രത്തെ അതുനേരം ബുദ്ധിമാൻ അപഹരിച്ചിടിനാൻ കിരീടിയും. വിസ്മയപ്പെട്ടു ലോകരെല്ലാരും അതു കണ്ടു. വിശ്വൈകധനുർധരൻ അർജുനനെന്നു ചൊന്നാൻ വിശ്വനായകൻ രമാകാമുകൻ സന്തോഷിച്ചു. താപസന്മാരെ കണ്ടാർ ആചാര്യതനയനും താപമായതു പാരമെങ്കിലും അതുനേരം അസ്ത്രം ഞാൻ അഭിമന്ത്രിച്ചയച്ചേനതിന്നിനി പ്രത്യപഹാരം ചെയ്യുവാൻ എത്രയും പണിയത്രേ.